പിറവം നഗരസഭയിൽ ഭരണം നഷ്ടപ്പെട്ടതോടെ LDF പ്രതിസന്ധിയിൽ. മുന്നണി ധാരണ പ്രകാരം CPIക്ക് അവസാന 2 വർഷം ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കേണ്ടതാണ്. എന്നാൽ CPIM പ്രതിനിധിയായ മുൻ ചെയർപേഴ്സന്റെ വോട്ട് അസാധുവായി. നറുക്കെടുപ്പിൽ UDFന് ഭരണം ലഭിച്ചു. മുൻ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പ് മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നാണ് CPIയുടെ ആരോപണം. ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന പിറവം നഗരസഭ അധ്യക്ഷ സ്ഥാനമാണ് സ്വന്തം പാളയത്തിലെ അസാധു വോട്ടിലൂടെ ഇടതുമുന്നണിക്ക് നഷ്ടമായത്. മുൻ നഗരസഭാ അധ്യക്ഷ കൂടിയായ ഏലിയാമ്മ ഫിലിപ്പാണ് CPI അംഗത്തിനെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കേണ്ടിയിരുന്ന വോട്ടെടുപ്പിൽ സ്വന്തം വോട്ട് അസാധുവാക്കിയത്. നിരവധി തവണ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് മെമ്പറും മറ്റ് സ്ഥാനങ്ങളുമൊക്കെ വഹിച്ച ഏലിയാമ്മ ഫിലിപ്പിന്റെ നടപടി ദുരൂഹമെന്നാണ് CPIയുടെ ആരോപണം. വോട്ട് എങ്ങനെ അസാധുവായി എന്നതാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം. അതിൽ അസാധുവായത് നിലവിൽ രാജിവെച്ച ചെയർപേഴ്സണായിരുന്ന ഏലിയാമ്മ ഫിലിപ്പിൻ്റെ വോട്ടാണ് അസാധുവായത്. സജീവ പൊതുപ്രവർത്തക എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവിയിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ അറിയാത്ത ഒരാളാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായ പരിശോധന അനിവാര്യമാണ്. അവസാന ടൈമിൽ CPIയിലെ അഡ്വക്കേറ്റ് ജൂലി സാബുവിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനായിരുന്നു LDF തീരുമാനം. തിരഞ്ഞെടുപ്പിന് മുൻപ് കൗൺസിലർമാർക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് LDF നിർദ്ദേശവും നൽകിയിരുന്നു. വോട്ടിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് വരണാധികാരിയും കൗൺസിലർമാർക്ക് വോട്ട് രേഖപ്പെടുത്തേണ്ട വിധം വിശദീകരിച്ചു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അനുഭവ സമ്പത്തുള്ള മുൻ നഗരസഭാധ്യക്ഷ വോട്ട് അസാധുവാക്കിയത് അറിയാതെ എന്ന് കരുതാനാകില്ല എന്നാണ് CPI പറയുന്നത്. നേരത്തെ കാലാവധി പൂർത്തിയാക്കിയിട്ടും പിറവം ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ CPIക്ക് CPM സ്ഥാനങ്ങൾ ഒഴിഞ്ഞു നൽകുന്നില്ല എന്ന ആരോപണം മുന്നണിക്കകത്ത് വലിയ അസ്വാരസ്യങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഉറപ്പായ സീറ്റ് തോൽക്കുകയും കോൺഗ്രസ് ചെയർപേഴ്സൺ സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. 24 കൊച്ചി.